യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി. യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ കണ്ണുനിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി. യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ കണ്ണുനിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. മണ്ണിലെ ഭവനത്തിൽ ചെയ്ത നന്മകളെല്ലാം വിണ്ണിലെ ഭവനത്തിൽ വാഴാൻ യോഗ്യത നൽകും. മണ്ണിലെ ഭവനത്തിൽ ചെയ്ത നന്മകളെല്ലാം വിണ്ണിലെ ഭവനത്തിൽ വാഴാൻ യോഗ്യത നൽകും. ബുദ്ധിമതികൾ കന്യകകൾ ചെയ്തതുപോലെ സ്നേഹത്തിൻ എണ്ണ പകരാൻ വിളക്കുകളിൽ പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി. യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ കണ്ണുനിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. ദൈവവചനം ചെവിക്കൊണ്ടു ജീവിപ്പോരാരും സ്വർഗഗേഹം നഷ്ടമാക്കില്ലെന്നതു സത്യം. ദൈവവചനം ചെവിക്കൊണ്ടു ജീവിപ്പോരാരും സ്വർഗഗേഹം നഷ്ടമാക്കില്ലെന്നതു സത്യം. ലാസറിൻ സോദരിയായ മറിയത്തെ പോൽ നല്ല ഭാഗം തിരഞ്ഞെടുത്തർഹത നേടാം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി. യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ കണ്ണുനിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം.
തസ്കരന്മാർക്കവരാത്ത സ്വർഗഭവനത്തിൽ ചിതലും പുഴുവും തിന്നിടാത്തോരാഗേഹത്തിൽ തസ്കരന്മാർക്കവരാത്ത സ്വർഗഭവനത്തിൽ ചിതലും പുഴുവും തിന്നിടാത്തോരാഗേഹത്തിൽ കരുതി വയ്ക്കാം ബുദ്ധിപൂർവം ധനമേറയും സ്നേഹമോടെ സഹജർക്കായി പങ്കുവച്ചിടാം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുക്കല്ലേ കണ്ണു നിറയല്ലേ മണ്ണിലെ ഭവനം ഇടത്താവളം. പഴയ ശേഖരത്തിൽ നിന്നും പങ്കുവെക്കുമ്പോൾ പുതിയ ദാനം നൽകി ദൈവം അനുഗ്രഹിക്കും. പഴയ ശേഖരത്തിൽ നിന്നും പങ്കുവെക്കുമ്പോൾ പുതിയ ദാനം നൽകി ദൈവം അനുഗ്രഹിക്കും. വിധവയോ തൻ കൊച്ചു കാശു നൽകിയ പോലെ ത്യാഗപൂർവം നൽകി നമുക്കുത്തമരാകാം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുക്കല്ലേ കണ്ണു നിറയല്ലേ മണ്ണിലെ ഭവനം ഇടത്താവളം. കള്ളനെ പോൽ മരണമെത്തും എന്ന തിരുവാക്യം ദിനവും രാവും മനമതിൽ നാം ഓർത്തുവെക്കണം. കള്ളനെ പോൽ മരണമെത്തും എന്ന തിരുവാക്യം ദിനവും രാവും മനമതിൽ നാം ഓർത്തുവെക്കണം. അലസരായി നാം തിന്മയിൽ പെട്ടുറങ്ങിപ്പോയാൽ നഷ്ടമാകും നിത്യജീവൻ അതു നിശ്ചയം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുക്കല്ലേ കണ്ണു നിറയല്ലേ മണ്ണിലെ ഭവനം ഇടത്താവളം.
ശാശ്വതമായി നിലനിൽക്കും ബന്ധമീ ഭൂവിൽ മർത്യനോ മനുജരുമായി ഇല്ലതോർക്കേണം. ശാശ്വതമായി നിലനിൽക്കും ബന്ധമീ ഭൂവിൽ മർത്യനോ മനുജരുമായി ഇല്ലതോർക്കേണം. നിത്യമായി നിലനിൽക്കും ഏകമാം ബന്ധം സ്നേഹരൂപൻ ഏകനാകും ദൈവവുമായി പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി. യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. ആത്മം നഷ്ടമാകിലും ഞാൻ ധനവാനായി എന്നു കൂടെ കൂടെ ചൊല്ലും നരനാണോ നീ. ആത്മം നഷ്ടമാകിലും ഞാൻ ധനവാനായി എന്നു കൂടെ കൂടെ ചൊല്ലും നരനാണോ നീ. ആത്മം നഷ്ടമാക്കി ലോകം നേടിയെന്നാലും ഫലമതിൽ സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ കർത്താവേ, നീ അനുഗ്രഹത്തേക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്തു വലം പാളേ. ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. ാനന്ദിക്കും കർത്താവേ നിൻ ശോണിരവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കരിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുന്നതിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ.
മകനീയമായ നിന്റെ തത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആകാശത്തിലും ഭൂമിയിലും സുദ്രകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഉന്നതദ്രവനാം വിശുഖനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. പിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. നുകരാൻ മൃതരെ മഹിമാവഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. നിന്നെ ഞാൻ വിളിക്കുന്നു, നിന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. നിന്റെ കടനാൽ പാപമോചനം നിന്റെ പക്കലിൽ നിന്നാകുന്നുവല്ലോ. നിന്റെ പ്രദേശം എന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും എന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകരമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മണ്ണമഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീരുമാന്മാരെ സ്വർഗീയമനവരിലേക്ക് നയിക്കുവാനായി വാനമേഖല നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുള്ള സന്തോഷത്തോടെ നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷ നിന്റെ ദാസിയെ ആശ്രയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ഞാൻ പ്രവർത്തിക്കും മഹിമേടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വരം ഭാവേ ആകാശഭൂമി ഭൂതലവും താവരമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽക
നൽകണമേ മൃതനായുസ്സും. സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും ശേഷിച്ചില്ല. വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനൊലിക്കുന്നു. പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ ദൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ഞങ്ങളെ അനുഗമിക്കുകയും നിരവധിയാദിക്കും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നീ ആകാശത്തിലും ഭൂമിയിലും സുഖനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വദനമുടുണരാ വരമരുളേണം. ബ്രദരെല്ലാരും മിന്നി വിളങ്ങും. വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ മിണ്ടലമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ബ്രദരെല്ലാരും മിന്നി വിളങ്ങും. വദനമുടുണരാൻ വരമരുളേണം. ോരഭികരമോദം നുകരാൻ മുതലേ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ബ്രദരെല്ലാരും മിന്നി വിളങ്ങും. വദനമുടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്നും നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. പ്രാർത്ഥന ചൊല്ലിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം മാറ്റുകയാണെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു. അവന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അവന്റെ പക്കലാകുന്നു. ശബ്ദത്താൽ ആസമർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതും ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ കൊടുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ ഒരു ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിന് നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കരുണയുടെ കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു.
നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷകൾ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ ആകാശഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ ആനന്ദിക്കും. കർത്താവേ നിൻ ശൂണിതവും ദിവ്യ ശരീരവും അറിവോട് ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. മരണത്തിൽ നീ പുനരുദ്ധാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. ഒഴുകി വരുന്നു വാനവഗാനം. പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ. പുലരി വരുന്നു. ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. നിന്റെ പ്രതീക്ഷ തന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണവഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവരിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പഠിപ്പുകൊടുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മിശിഹായിൽ പ്രിയമുള്ളവരെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനമച്ചെടുത്തിയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ഈ അവസരത്തിൽ മരണം വഴി നമ്മിൽ നിന്ന് വേർതിരിഞ്ഞു പോകുന്ന അനമച്ചെടുത്തിയുടെ ഭർത്താവ്, മക്കള്, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അനുശോചനം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയിൽ ഈ സഹോദരിയുടെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പന്നീരിനെ ആശ്രയിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സൂര്യദേവികളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശ്രയിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മകനീയമായ ദൃഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നാളെ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാവുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ നാമത്തിന് സ്തുതി. ചുടുകാട്ടടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം ബലിപടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നിർവഹിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പൂർത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ അത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ ജീവിതങ്ങൾ പോലെ കടന്നു പോകുന്നു. കർത്താവേ, നീ അല്ലാതെ ആരെയും ആശ്രയം. എല്ലാത്തിനും നിന്നും എന്നെ രക്ഷിക്കണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണത്തിലാക്കുകയും ദയാധികത്താൽ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവേ, നീ ഞങ്ങൾ ആരാധിക്കുകയും പൂർത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദ്യ പിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മധ്യന ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ്
വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകം. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തി പാടി നമിക്കും നീൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയോടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ല വലത്തു വലം പാലേ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവിടത്തോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനും നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമായിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. പ്രിയപ്പെട്ട അന്നമച്ചേർച്ചയുടെ നിര്യാണത്തില് ദുഃഖാർത്ഥനായിരിക്കുന്ന പ്രിയപ്പെട്ട തോമസ് ചേട്ട, ബഹുമാനപ്പെട്ട ജോണച്ച, ജോയി, ടോമി, ജോൺ, സെലിൻ, ലിസിമോള്, മരുമക്കള്, കൊച്ചുമക്കള്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മാതൃസ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച് മക്കൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം കൊടുക്കുകയും മക്കൾ അതിൻ്റെ പൂർണ്ണതയിൽ തങ്ങളാലാകുന്നത് പോലെ ആ മാതൃസ്നേഹത്തിന് പ്രത്യുത്തരം കൊടുക്കുകയും ചെയ്ത് ദൈവിക സന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന പ്രിയപ്പെട്ട ഒരമ്മച്ചിയുടെ ചേതനയേറ്റ ശരീരത്തിന് മുമ്പിൽ
തൻ്റെ ഭർത്താവിനോടും മക്കളോടും കൊച്ചുമക്കളോടും ഒപ്പം ആദരാഞ്ജലികൾ അർപ്പിക്കുവാന് പ്രാർത്ഥിക്കുവാന് നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഭൂമിയിൽ 76 സംവത്സരക്കാലം ജീവിച്ച് ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം കൊടുത്തുകൊണ്ട് കടമകള് കർത്തവ്യങ്ങള് ശരിയായ രീതിയിൽ മനസ്സിലാക്കി തൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വിളിച്ചവനോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാന് തൻ്റെ മാതാപിതാക്കന്മാരോട്, ഭർത്താവിനോട്, മക്കളോട്, കൊച്ചുമക്കളോട് ദൈവം സഭയിലൂടെ ഈ സഹോദരിയോട് ആവശ്യപ്പെട്ട വിവിധങ്ങളായ കടമകള് അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ പരിശ്രമിച്ച് മാതാപിതാക്കന്മാർ ഭൂമിയിൽ കാണപ്പെടുന്ന ദൈവമാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അതിൻ്റെ പരമാർത്ഥതയിൽ മക്കൾക്കും കൊച്ചുമക്കൾക്കും പകർന്നു കൊടുക്കുവാൻ ഈ അമ്മച്ചിയുടെ ജീവിതത്തിൽ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് കൃതജ്ഞതാ നിർഭരരായി ചാരിതാർത്ഥ്യത്തോടുകൂടെ ഈ മക്കളും കൊച്ചുമക്കളും ഈ അമ്മച്ചിയുടെ ചേതനയേറ്റ ശരീരത്തിന് മുമ്പിൽ നന്ദി നിറഞ്ഞ പൂർണ്ണ സംതൃപ്തിയോടെ നിൽക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ മെയ് മാസം 8-ാം തീയതി 2 വർഷമായി കിടന്ന കിടപ്പിൽ ആരെയും തിരിച്ചറിയാൻ സാധിക്കാതെ സ്ട്രോക്കായി കിടന്ന അമ്മച്ചിയെ യാതൊരു പരിഭവമില്ലാതെ അമ്മയെ മക്കളെന്ന നിലയിൽ ഞങ്ങൾ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ പരമാർത്ഥതയിൽ സ്നേഹത്തോടെ ആത്മനിർവൃതിയോടെ ഈ അമ്മയെ പരിചരിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ വിളിച്ച് പറഞ്ഞു, വെച്ചാ അമ്മച്ചിക്ക് ചെറിയ അസ്വസ്ഥതകള്, കാലിലും മുഖത്തൊക്കെ നീര് കാണുന്നുണ്ട്. ഞാൻ കപ്പ്യാരുടെ ഇവിടെ വന്ന് ഈ അമ്മച്ചിക്ക് അന്ത്യകുദാശ നൽകി. മെയ് മാസം 8-ാം തീയതി ഡോക്ടർമാരൊക്കെ ഉപേക്ഷിച്ച് 2 വർഷം പൂർത്തിയായി. മക്കള് അതിൻ്റെ പൂർണ്ണതയില് മാതൃസ്നേഹം അനുഭവിച്ച് മക്കളെന്ന നിലയിൽ ആ സ്നേഹം തങ്ങളുടെ ജീവിതത്തിലൂടെ പകർന്നു കൊടുത്തിട്ട് രോഗാവസ്ഥയിൽ ഇടയ്ക്ക് മോനിപ്പള്ളി ആശുപത്രിയിൽ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പറഞ്ഞു, മക്കളെന്ന നിലയിൽ നിങ്ങളുടെ സ്വാർത്ഥത മാറ്റിവെച്ച് ഇനി അമ്മച്ചിയെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. പ്രിയമുള്ളവരെ, ഞാനിത് സൂചിപ്പിക്കുന്നത് നാമൊക്കെ ചെയ്യേണ്ടത്, എന്നാൽ പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുവാൻ മടിക്കുന്നത് വലിയൊരു ഉദാത്തമായ മാതൃകയാണ്. സ്ട്രോക്കായി രോഗാവസ്ഥയിലായപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, അമ്മച്ചി ഓപ്പറേഷൻ ചെയ്താൽ 80% പ്രതീക്ഷയൊന്നുമില്ല, മിക്കവാറും ഉടനെ പോകും. ഇങ്ങനെ കിടന്നാൽ എത്ര നാൾ കിടക്കുമെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ തീരുമാനമെടുക്കുക. ആലോചിച്ച് മക്കള് കൂടി ആലോചിച്ച് പറഞ്ഞു, ഞങ്ങളുടെ അമ്മച്ചിയെ ഉടനെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. ഞങ്ങളാലാകുന്നത് പോലെ ദൈവം എത്ര നാൾ ഞങ്ങൾക്ക് തരുന്നു അത്രയും കാലം സന്തോഷത്തോടെ നോക്കും. അതേ പ്രിയമുള്ളവരെ, കഴിഞ്ഞ 1 വർഷക്കാലത്തിനുള്ളിൽ പലപ്പോഴായി ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ഈ അമ്മച്ചിയുടെ മുമ്പിൽ ഈ മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഈ അമ്മച്ചിയെ പരിചരിക്കുന്നത് കാണുമ്പോൾ എനിക്കും ഉള്ളിൽ അസൂയ തോന്നി. ഈ അമ്മച്ചി എത്ര ഭാഗ്യവതിയാണ്. ദൈവത്തിന്റെ സ്നേഹം തൻ്റെ മക്കൾക്ക് ജീവിതത്തിൽ പകർന്നു കൊടുത്തപ്പോൾ ആ സ്നേഹം തിരിച്ചറിഞ്ഞ മക്കൾ തിരികെ പൂർണ്ണതയിൽ കൊടുക്കുകയാണ്. യാതൊരു കുറവും കൂടാതെ വളരെയധികം തന്നാലാകുന്നത് പോലെ ഈ മക്കള്, കൊച്ചുമക്കളും എപ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ. നമുക്കറിയാം, ഈ അമ്മച്ചി കടുത്തിരുത്തി ഇടക്കര കുടുംബത്തില് ജനിച്ച്
മാമോദീസായിലൂടെയും മറ്റു കുദാശകളും സ്വീകരിച്ച് പൊട്ടംകുടിയില് തോമസ് ചേട്ടന്റെ ജീവിത പങ്കാളിയായി ഞീഴൂർ ഉണ്ണിമിശിഹ പള്ളിയിലേക്ക് വലതുകാല വെച്ച ഈ കുടുംബത്തിലേക്ക് കടന്നു വന്ന് ദൈവം തങ്ങൾക്ക് നൽകിയ മക്കളെ ദൈവമക്കളാക്കി വളർത്തി. വലിയ കാര്യങ്ങളെക്കാൾ ഉപരിയായി ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞ് അനുഭവിച്ച് ദൈവം ദാനമായി നൽകിയ മക്കൾക്ക് കൊടുക്കുവാനുള്ള ആ ഒരു ഉത്തരവാദിത്വം. ദൈവം നൽകിയ മക്കളെ പ്രാർത്ഥനയുടെ ചൈതന്യത്തില്, വിശ്വാസത്തിന്റെ ചൈതന്യത്തില് വളർത്തി. വാക്കുകളിലൂടെയല്ല, പിന്നെയോ ജീവിതത്തിലൂടെ. കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇടവകയുടെ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ അമ്മച്ചി തന്റെ കുടുംബത്തെ ദൈവിക സന്നദ്ധയില് വളർത്തിയതിന്റെ ഉദാത്തമായ മാതൃകയാണ് ഈ അമ്മച്ചിയുടെ ഓരോ മക്കളും. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ജോണച്ചന് വിജയവാഡയിൽ സുദീർഘമായ സേവനം ചെയ്യുകയാണ്. അതുപോലെ മറ്റു മക്കള് ജോയിയും ടോമിയും ജോണും സെലിനും ലിസിമോണും അവരൊക്കെ ആയിരിക്കുന്ന കർമ്മമണ്ഡലങ്ങളിൽ ദൈവവിശ്വാസം, ഈശ്വര ചൈതന്യവും ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുന്നു. ഈ അവസരത്തില് തോമസ് ചേട്ടന് നമുക്കറിയാം, തന്റെ പ്രിയ ഭാര്യ ദൈവിക സന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. തോമസ് ചേട്ടനും മക്കൾക്കും ആത്മനിർവൃതിയോടെ ഈ നിമിഷങ്ങളിൽ ദൈവത്തിന് നന്ദി പറയാം. കഴിഞ്ഞ 2 വർഷക്കാലം പ്രത്യേകമായ രീതിയിൽ ഈ അമ്മച്ചിയെ സ്നേഹത്തോടെ പരിചരിച്ച് ദൈവിക സന്നിധിയിലേക്ക് ദൈവത്തിന്റെ വിളി കേട്ട് യാത്രയാക്കിയിരിക്കുകയാണ്. അതിന്റെ പൂർണ്ണതയിൽ കൊച്ചുമക്കളെ ഇത് കണ്ട് തങ്ങളുടെ ഹൃദയത്തില് പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉദാത്തമായി ഈ മാതൃക മാതാപിതാക്കന്മാർ തങ്ങളുടെ ആയ കാലങ്ങളില് കഠിനാധ്വാനം കൊണ്ട് മക്കൾക്ക് സ്നേഹവും ജീവിതവും നൽകി. അത് ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞ മക്കള് തിരിച്ച് ആ സ്നേഹം കൊടുക്കുന്നു. അതാണ് ഈ കുടുംബത്തില് എനിക്ക് മനസ്സിലാക്കുവാൻ, കാണുവാൻ സാധിച്ചത്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥയും കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ഈ അമ്മച്ചി മക്കളെ അരികത്ത് ചേർത്ത് നിർത്തി ഓരോ ദിവസവും ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പ്രകാശിപ്പിച്ച് ജീവിക്കുവാൻ പഠിപ്പിച്ചു. തീർച്ചയായിട്ടും ടോമി സാറ് പൊതുരംഗത്ത് പ്രവർത്തന നിരതനാണ്. അതിനേക്കാൾ ഉപരിയായി ഞീഴൂർ ഉണ്ണിമിശിഹ പള്ളിയില് സൺഡേ സ്കൂളിൽ അധ്യാപകനായി സേവനം ചെയ്യുകയാണ്. ഈ അവസരത്തില് ഈ മക്കളുടെ എല്ലാ നല്ല സേവനങ്ങളും നന്ദിയോടെ സ്മരിക്കുകയാണ്. ഈ അമ്മച്ചിയുടെ ജീവിതത്തില് എന്തെങ്കിലും കുറവുകള്, പോരായ്മകള് വന്നുപോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയില് സർവശക്തനായ ദൈവം കനിഞ്ഞ് ആത്മശാന്തി നൽകി തന്റെ വലതുഭാഗത്ത് ഭൂമിഷ്ഠിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള തോമസ് ചേട്ട, മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ വരെ നിങ്ങൾ പരിചരിച്ചിരുന്ന ഈ അമ്മച്ചി ഇന്നിതാ ദൈവിക സന്നിധിയിൽ ദൈവത്തിന് വലതുഭാഗത്ത് നിങ്ങൾ നൽകിയ സ്നേഹത്തിന് നിങ്ങൾക്ക് പ്രത്യുപകാരമായി പ്രാർത്ഥനകള്, മാധ്യസ്ഥം. തീർച്ചയായിട്ടും അതിൽ വലിയ ഒരു പ്രത്യാശ നമുക്ക് ആവശ്യമില്ല. ദൈവിക സന്നിധിയിൽ നമുക്കായി പ്രാർത്ഥിക്കുവാൻ, മാധ്യസ്ഥം അപേക്ഷിക്കുവാൻ ഈ അമ്മച്ചി തന്റെ തിരുസന്നിധിയിലുണ്ട് എന്നുള്ള ബോധ്യം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ. ഈ അമ്മച്ചിക്ക് ദൈവിക സന്നിധിയിൽ ചാരിതാർത്ഥ്യത്തോടെ ഇത് പറയുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മക്കൾക്കും തങ്ങളാലാകുന്നത് പോലെ
ഒരമ്മയോടുള്ള തങ്ങളുടെ കടപ്പാട് വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ, ചാരിതാർത്ഥ്യത്തോടെ നിർവഹിച്ച് അമ്മച്ച് നൽകിയ സ്നേഹം, ദൈവത്തിൻ്റെ ആ സ്നേഹം, തങ്ങളാലാകുന്നത് പോലെ ആ സ്നേഹം തിരികെ സേവനത്തിലൂടെ, ജീവിതത്തിലൂടെ കൊടുത്ത് ദൈവിക സന്നദ്ധിയിലേക്ക് യാത്രയാക്കിയിരിക്കുന്നു. ഈ അവസരത്തിൽ ഈ അമ്മച്ചിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവകയുടെ പേരിലുള്ള അനുശോചനം അറിയിക്കുകയാണ്. ഈ അമ്മച്ചിയുടെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട ജോണച്ചന് CM കോൺഗ്രിഗേഷൻ ഓഫ് മിഷൻ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ സഭയിലെ അധികാരികളെയും ബഹുമാനപ്പെട്ട വൈദികരെയും അതുപോലെ പൊതുപ്രവർത്തനത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈ അമ്മച്ചിയുടെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടകളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായി, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്കും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ദൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നീ ആകാശത്തിലും ഭൂമിയിലും സുത്രഹനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നിലവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണോ. ജീവനമുയരും ഞാനാകുന്നു, കരയരുദൈവം കരുണയോടംതികമാർന്ന ഗണേശൻ ശാന്തി പൊഴിഞ്ഞു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിക്കുമാറാകട്ടെ.
രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ആകെയൽപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. തേടുവാൻ ജഡത്തിൻ
ജീവിതത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ. ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ. അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ. അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ. സംരക്ഷിക്കുകയും ഉദ്ധാനം പ്രതീക്ഷിക്കുകയും
ദൈവത്തിന്റെ ഭവനത്തിൽ ഞാനോട് യാത്ര പറയും. മാമോദീസായെ സ്വീകരിക്കുകയും പരിശുദ്ധമായ ആത്മാവിനെ പുഷ്പിക്കുകയും മറ്റു ദാസന്മാരുടെ ആത്മാവിനെ പാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയും. എന്റെ നാട്ടിന്മാരെ മാത്രം പാരമ്പര്യമായി പുരോഹിതരെ ദൈവജനങ്ങളായ ആത്മാവിനെ വർഷം നൽകി നിങ്ങളോട് ഞാൻ യാത്ര പറയും. ഞാൻ നിങ്ങളിൽ അകത്ത് പോകുന്നതെങ്കിൽ എന്റെ സ്നേഹം നിങ്ങളോടുകൂടി കാണിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ ചേട്ടൻ്റെയും പേരിൽ ഞങ്ങൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കവനെ മനുഷ്യനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധമാമുദായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിവർഷവും വിശുദ്ധ തൈലത്താൽ അഭിഷേകമായ ശരീരത്തിന് നിന്റെ ദൈവത്തിന് രണ്ടാമത്തെ ആഗോളം വരെ വിശ്രമം നൽകേണ്ട കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്ണയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യാനി പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുവാൻ നല്ല ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടു കൂടെ അവസാന ദിവസത്തിന്റെ വലതുഭാഗത്ത് നിർത്തത്തെ നീ സ്വീകരിച്ച വിശുദ്ധ പദാശകൾ അതിന് ദൈവത്തിന്റെ ആശ്രയത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ
നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്ത് കൊള്ളുകാം. എല്ലാവർക്കും അന്തിമോപചാരം ചെയ്യുവാനുള്ള അവസരം നൽകുക. തിരക്കുകൂടാതെ രണ്ട് ലൈനായിട്ട് വന്ന് കേട്ട് പുറകോട്ട് മാറുവാനുള്ള അവസരം നൽകുമെന്ന് അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചവരെ ഉയർപ്പിക്കുന്നവർക്ക് നിത്യാശ്വാസം നൽകുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവിൻ ദാസീവിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. ഭക്തരമറിയമണിഞ്ഞവൻ മഹിമയോടെ
പരിചര്യാർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പോലെ കർത്താവേ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു. ഞാൻ ഇപ്പോൾ ദൈവത്തെ കാണുന്നു. ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്നെ കൊണ്ടെന്നാൽ എന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവെ നീ എന്തിനു നിരാശപ്പെടുന്നു? നീ എന്തിനും ശാന്തിപ്പെടുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സമാധാനം. സജീവവും ജീവിതമായ ശബ്ദത്താൽ ആ ശബ്ദമഗ്നിമാൻ ദിവസത്തിൽ എന്റെ ദാസിയെ വിളിക്കുന്നതിന് മാത്രം തീർത്തുകയും ചെയ്യട്ടെ. പാപം കൊടുക്കുന്നതിന് കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായിരിക്കും. കർത്താവേ, മരിച്ചവരെ നികന്നാമരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാവരം പരിപാലിക്കണമേ. ഉത്ഥാനോപദേശം മരണമടഞ്ഞവരെ മഹിമയോടുകൂടി അർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനായ ദേവന്റെ നീലവാന്മാരുടെ വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമായ മോക്ഷത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ വേറിട്ട് വായുവിശായുടെ മൗലിക ശരീരത്തിന് ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുന്നതിന് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കൃപ നിരന്തരം നിങ്ങളെ വസിക്കുകയും അവരുടെ കാര്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി
മുത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ പോകുന്നു ഞാൻ ആയിരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ
വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. സോദരങ്ങൾ സോദരങ്ങൾ അന്തിമയാത്രയല്ല